നമസ്കാരം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ മധ്യ ജില്ലകളിലാണ് ഇന്നും നാളെയും മഴ സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ ഇന്നും നാളെയും മഴ പെയ്തേക്കും. 21 മുതൽ 23 വരെ എല്ലാ ജില്ലകളിലും മഴ സാധ്യതയും പറയുന്നു. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. മാളയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. കഴിഞ്ഞ 16 ദിവസമായി ജലനിധി കുടിവെള്ള വിതരണം നടത്തുന്നില്ലെന്ന് ആരോപിച്ച് മാള ഗ്രാമപഞ്ചായത്ത് അംഗം TR സുഖിൽ ജലനിധി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം ഇന്നു മുതൽ കടുത്ത പ്രതിസന്ധിയിലാകും. അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരത്തിനൊപ്പം ഇന്നു മുതൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. KPCC സംസ്കാര സാഹിതിയുടെ കലാജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. സംസ്കാര സാഹിതിയുടെ കള്ളനും കപ്പിത്താനും എന്ന തെരുവ് നാടകം അരങ്ങേറി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മാളയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. കഴിഞ്ഞ 16 ദിവസമായി ജലനിധി കുടിവെള്ള വിതരണം നടത്തുന്നില്ലെന്ന് ആരോപിച്ച് മാള ഗ്രാമപഞ്ചായത്ത് അംഗം TR സുഖിൽ ജലനിധി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് 3 മാസമല്ലേ? അന്ന് തുടങ്ങി പറയുന്നല്ലേ? അറിയാലോ, അല്ല സുഖിൽ മെമ്പർ അറിയാം. നമുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ യോഗങ്ങൾ വിളിച്ചുവിട്ടത് മെമ്പർക്ക് അറിയാലോ. എവിടെ യോഗങ്ങൾ? എന്റെ തീരുമാനം. 2 മണിക്കൂർ സമരം ചെയ്ത സുഖിലിനെ പിന്നീട് പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം ഇന്നു മുതൽ കടുത്ത പ്രതിസന്ധിയിലാകും. അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരത്തിനൊപ്പം ഇന്നു മുതൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. ശമ്പള കുടിശ്ശിക അനുവദിക്കുക, തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സീനിയർ ഡോക്ടർമാർക്ക് പിന്തുണയുമായി PG വിദ്യാർത്ഥികളും നാളെ പണിമുടക്കും. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെക്കുന്നതോടെ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച ശസ്ത്രക്രിയകൾ മുടങ്ങും. അവശ്യ സേവനങ്ങളായ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, IP ചികിത്സ, മറ്റ് അടിയന്തര ചികിത്സകൾ, അടിയന്തര ശസ്ത്രക്രിയകൾ, പോസ്റ്റ്മോർട്ടം എന്നിവയെ പ്രതിഷേധ പരിപാടികളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ചാഞ്ചാട്ടത്തിനും വീഴ്ചകൾക്കും ശേഷം വീണ്ടും കുതിച്ചുയർന്ന സ്വർണ്ണവില. ഗ്രാമിന് 210 രൂപയും പവന് 1680 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 14,345 രൂപയിലും പവന് 1,14,760 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതേസമയം 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 11,785 രൂപയും പവന് 94,280 രൂപയുമാണ് വില. 14 കാരറ്റ് സ്വർണം ഗ്രാമിന് 9,180 രൂപയും പവന് 73,440 രൂപയുമാണ് വില. 9 കാരറ്റ് സ്വർണത്തിന് 5,920 രൂപയും പവന് 47,360 രൂപയുമാണ് വില. ലേ ലഡാക്കിലെ കൈലാസപർവ്വത താഴ്വരകളിൽ കൊടും തണുപ്പിൽ ഐസുകട്ടയായി മാറിയ പ്രതലത്തിൽ 98ാമത്തെ മീഡിയമായ ഐസുകട്ടയിലെ പെയിന്റിംഗ് 70 അടി വലിപ്പത്തിൽ ലോകത്തിലെ ആദ്യത്തെ കളർഫുള്ളായ ഏറ്റവും വലിയ ചിത്രം തീർത്ത ഡാവിഞ്ചി സുരേഷിനെയും ക്യാമറാമാൻ സിംബാദിനെയും ലൈഫ് സ്റ്റൈൽ ജിം ഉടമ നഷർബാന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കയ്പമംഗലം MLA ET ടൈസൺ ആദരവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വിവേകാനന്ദൻ, നഷർബാൻ, ഗഫൂർ, TR കണ്ണൻ, സദാശിവൻ, സെലിൻ, രശ്മി കണ്ണൻ, അനിരുദ്ധൻ, അനിത ടീച്ചർ, അനിൽ സലീം എന്നിവർ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് മുന്നോടിയായി KPCC സംസ്കാര സാഹിതിയുടെ കലാജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. DCC ജനറൽ സെക്രട്ടറി TN നാസർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ നിഷാഫ് കുര്യാപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചെയർമാൻ സത്താർ ആദൂർ, കൺവീനർ അനിൽ സാമ്രാട്ട്, DCC സെക്രട്ടറി PU സുരേഷ് കുമാർ, സംസ്കാര സാഹിതി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സുജിത്, ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, PV രമണൻ, വേണുഗോപാൽ, KP സുനിൽകുമാർ, അയ്യൂബ് കരുപ്പടന്ന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സമകാലിക സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംസ്കാര സാഹിതിയുടെ കള്ളനും കപ്പിത്താനും എന്ന തെരുവ് നാടകം അരങ്ങേറി. ഞാനാണ് കപ്പിത്താൻ. ഇന്നീ നാടിനെ ലോകമെങ്ങും കാറ്റിൽ ചീടും കാരണഭൂതൻ മറുതായി
അലേർട്ട് കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനുള്ള 2ാം സ്ഥാനം കരസ്ഥമാക്കിയ കൊടുങ്ങല്ലൂരിലെ പോലീസ് സേനയെ ആദരിച്ചു. അലേർട്ട് പ്രസിഡന്റ് CC അനിത അധ്യക്ഷത വഹിച്ചു. ഉപദേശക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണേഴത്ത്, ചീഫ് കോർഡിനേറ്റർ PH റഹീം, PRO ഷമീർ പണിക്കശ്ശേരി, വൈസ് പ്രസിഡന്റുമാരായ വിനോദ് കക്കറ, മഹേഷ് ചുള്ളിപ്പറമ്പിൽ, സെക്രട്ടറി ഷാംജാൻ എന്നിവർ സംസാരിച്ചു. ആ ടീം വർക്ക് നന്നായിട്ട് ഒരു ടീം ഉള്ളത് കൊണ്ടാണത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഭംഗിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ വക്കീൽ പറഞ്ഞതുപോലെ ഇതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ ബൈജു ആണെങ്കിലും അതുപോലെ തന്നെ പത്മരാജ സാറാണെങ്കിലും പിന്നെ ഇവിടുത്തെ KG ബാലേന്ദ്ര സാറാണെങ്കിലും തുടങ്ങി വളരെ മഹാരഥന്മാരിരുന്ന ഒരു കസേരയാണത്. അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ CIയുടെ ഒരു സീറ്റ് എന്ന് പറയുന്നത് അത്ര എന്താ പറയുക ഈസി ടാസ്ക് അല്ല, അത് ഒത്തിരി ഹോട്ട് സീറ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേഷൻ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ അതൊരു ടീമും അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന നല്ല ജനപ്രതിനിധികളും അതുപോലെ തന്നെ നല്ലൊരു ജനതയും പിന്നെ നല്ല മേലുദ്യോഗസ്ഥരും ഉള്ളത് കൊണ്ടാണ്. നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുങ്ങല്ലൂർ പോലീസ് SHO BK അരുൺ, സബ് ഇൻസ്പെക്ടർമാരായ സാലിം, മനു എന്നിവർ മറുപടി പ്രസംഗം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാളയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. കഴിഞ്ഞ 16 ദിവസമായി ജലനിധി കുടിവെള്ള വിതരണം നടത്തുന്നില്ലെന്ന് ആരോപിച്ച് മാള ഗ്രാമപഞ്ചായത്ത് അംഗം TR സുഖിൽ ജലനിധി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം ഇന്നു മുതൽ കടുത്ത പ്രതിസന്ധിയിലാകും. അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരത്തിനൊപ്പം ഇന്നു മുതൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. KPCC സംസ്കാര സാഹിതിയുടെ കലാജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. സംസ്കാര സാഹിതിയുടെ കള്ളനും കപ്പിത്താനും എന്ന തെരുവ് നാടകം അരങ്ങേറി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.